രൺവീർ സിംഗ് പുലിവാല് പിടിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഗോവയിൽ നടന്ന IFFI ചടങ്ങിൽ വെച്ച് ക്ലോസിംഗ് സെറമണിയിൽ വെച്ച് ഋഷഭ് ഷെട്ടി ഉണ്ട്. ഋഷഭ് ഷെട്ടി മാത്രമല്ല, രജനീകാന്ത് ഉൾപ്പെടെയുള്ളവരുണ്ട്. അവിടെ വെച്ച് രൺവീർ സിംഗ് നമുക്ക് അറിയാലോ, രൺവീർ സിംഗ് ഒക്കെ ഇങ്ങനെ ഈ പബ്ലിക് ഇവന്റിലൊക്കെ വരുമ്പോഴേക്കും ഭയങ്കരമായ എക്സെൻട്രിക് ഒക്കെ ആയി എല്ലാവരെയും ഭയങ്കരമായി കയ്യിലൊക്കെ എടുക്കുന്ന രൺവീർ സിംഗ് ആണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. വേറൊന്നും കൊണ്ടല്ല, ഋഷഭ് ഷെട്ടി അവിടെ ഇരിപ്പുണ്ട്. ഋഷഭ് ഷെട്ടിയോടെ ഇരിക്കുമ്പോഴേക്കും രൺവീർ സിംഗ് സ്റ്റേജിൽ വെച്ചിട്ട് ഋഷഭ് ഷെട്ടിയുടെ കാന്താര സിനിമയെ പറ്റി സംസാരിക്കുകയാണ്. നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. രൺവീർ പറയുന്നത് കാന്താര അതിഗംഭീരമായിരുന്നു, ഋഷഭ് ഷെട്ടിയുടെ പ്രകടനം മാസ്മരികമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലൈമാക്സിലെ ഒരു പോർഷനിൽ രൺവീർ സിംഗ് ഇനാക്ട് ചെയ്ത് കാണിക്കുകയാണ്. അതായത് ഋഷഭ് ഷെട്ടി ചെയ്ത ആ കഥാപാത്രത്തിൻ്റെ എക്സ്പ്രഷൻ അഭിനയിച്ച് കാണിക്കുകയായിരുന്നു രൺവീർ സിംഗ്. പക്ഷെ കാണികൾക്കും ഋഷഭ് ഷെട്ടിക്ക് ഉൾപ്പെടെ തോന്നിയത് അത് കളിയാക്കലായിട്ടാണ്. അതായത് ഋഷഭ് ഷെട്ടിയെ കളിയാക്കുന്നു, ആ കഥാപാത്രത്തെ കളിയാക്കുന്നു, കാന്താര എന്ന സിനിമയെ കളിയാക്കുന്നു എന്ന രീതിയിലാണ് രൺവീർ സിംഗ് അത് ചെയ്യുകയും ചെയ്തത്. സ്റ്റേജിൽ വെച്ച് ആ പ്രകടനം കഴിഞ്ഞ രൺവീർ സിംഗ് വീണ്ടും താഴെ ഇറങ്ങി ഋഷഭ് ഷെട്ടിയെ കണ്ടിട്ട് വീണ്ടും അതേപോലെ കാണിച്ചപ്പോൾ ഋഷഭ് ഷെട്ടി പറഞ്ഞു, അത് ചെയ്യരുത്, അങ്ങനെ കാണിക്കരുത് എന്ന് ഋഷഭ് ഷെട്ടി ചിരിച്ചുകൊണ്ട് വോൺ ചെയ്യുന്നുണ്ട്. പബ്ലിക് ഇവൻ്റാണ്, അങ്ങനെ ദേഷ്യപ്പെടാനൊന്നും കഴിയുന്ന ഒരു ഇവൻ്റ് ഒന്നുമല്ല. പ്രത്യേകിച്ച് രൺവീർ സിംഗ് അങ്ങനെ ഇനാക്ട് ചെയ്ത് കാണിക്കുമ്പോൾ പോലും അങ്ങനെ ചെയ്യരുത് എന്ന് വളരെ മിതത്വത്തോടെ വളരെ ചിരിച്ച മുഖത്തോടു കൂടിയാണ് ഋഷഭ് ഷെട്ടി രൺവീർ സിംഗിനോട് പറഞ്ഞത്. പക്ഷേ രൺവീർ അത് വീണ്ടും ചെയ്തു. പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രളയമായി. സമൂഹ മാധ്യമങ്ങളിൽ രൺവീർ സിംഗിനെതിരെ ഒരുപാട് കമൻറ്റുകൾ രംഗത്തെത്തി, ഒരുപാട് വിമർശനങ്ങളെത്തി. അതിന് പിന്നാലെ സഹികെട്ട് നാണം കെട്ട് രൺവീർ സിംഗ് ഇൻസ്റ്റഗ്രാമിൽ ഒരു മാപ്പപേക്ഷ നടത്തി. രൺവീർ സിംഗിന്റെ മാപ്പപേക്ഷയിലേക്ക് പോകാം. മൈ ഇന്റൻഷൻ വാസ് ടു ഹൈലൈറ്റ് ഋഷഭ്സ് ഇൻക്രെഡിബിൾ പെർഫോമൻസ് ഇൻ ദ ഫിലിം. ആക്ടർ ടു ആക്ടർ, I know how much it would take to perform that particular scene in the way that he did, for which he has my utmost admiration. I have always deeply respected every culture, tradition and belief in our country. If I have hurt anyone's sentiments, I sincerely apologize. രൺവീർ സിംഗിന്റെ ഈ മാപ്പപേക്ഷ വരുന്നതിന് മുൻപ് രൺവീറിന് എതിരെ വന്നിരുന്ന വിമർശനങ്ങൾ ഇതായിരുന്നു. സൗത്ത് നോർത്ത് കൾച്ചേഴ്സ്. നോർത്ത് ഇന്ത്യക്കാരനായ രൺവീർ സിംഗ് സൗത്ത് ഇന്ത്യയോടൊരു പരമപുച്ഛം. പണ്ട് മുതലേ ബോളിവുഡ് സിനിമയ്ക്ക് സൗത്ത് ഇന്ത്യൻ സിനിമയോടുള്ള പുച്ഛങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ബോളിവുഡ് എന്തൊക്കെ ദ്രോഹങ്ങൾ സൗത്ത് ഇന്ത്യൻ സിനിമയോട് നമ്മൾ ചെയ്തിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് ദിനം പ്രതി വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത് എന്ന രീതിയിലേക്ക് പോലും രൺവീർ സിംഗിൻ്റെ ഈ ഇനാക്ഷൻ, കളിയാക്കലെന്ന് ഞാൻ പറയുന്നില്ല, ഇങ്ങനൊരു പരിപാടി എത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാന്താര പോലൊരു സിനിമ ബോളിവുഡ് സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾക്ക് പോലും അച്ചീവ് ചെയ്യാൻ കഴിയാത്ത കളക്ഷൻ റെക്കോർഡിലേക്ക് കാന്താര മാറുകയും ചെയ്തു. ഏകദേശം 800 കോടി 850 കോടിയോളം രൂപയാണ് കാന്താര 2 തിയേറ്ററുകളിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. അവിടെയുള്ള പല ബോളിവുഡ് താരങ്ങൾക്ക് ഇപ്പോഴും അത് ആ ഒരു കളക്ഷൻ തുകയ്ക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നത് ഓർക്കണം. പണ്ട് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് ബോളിവുഡ് ആയിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ സിനിമയായിട്ട് മാറിയത് ബോളിവുഡിന് തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. ആ എല്ലാ സാഹചര്യത്തിലും രൺവീർ സിംഗിൻ്റെ ഈ ഒരു പെരുമാറ്റത്തെ സ്വാഭാവികമായും ആളുകൾ കണക്ട് ചെയ്യാൻ പോകുന്നത് അങ്ങനെ തന്നെയാണ്. സൗത്ത് ഇന്ത്യൻ കൾച്ചേഴ്സിനെയും ട്രഡീഷൻസിനെയും മോശമാക്കി കാണുന്ന ബോളിവുഡിനെ രൺവീർ സിംഗ് ഒരു പ്രതിനിധാനം ചെയ്തു എന്നത് മാത്രമായിട്ടാണ് ട്രോളുകൾ ഉൾപ്പെടെ വന്നത്. ആ പശ്ചാത്തലത്തിലാണ് രൺവീർ സിംഗ് പരസ്യമായ മാപ്പ് ഇപ്പോൾ ഋഷഭ് ഷെട്ടിക്ക് നേരെയും ജനങ്ങൾക്ക് നേരെയും വരുന്നത്. രൺവീർ സിംഗിൻ്റെ സിനിമയായ ദുരന്തർ ഡിസംബർ 5-ാം തീയതി റിലീസിനെത്തുകയാണ്. അതിന് പിന്നാലെയാണ് രൺവീർ ഈ ഒരു ട്രോൾ മെറ്റീരിയൽ വാങ്ങി വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായും രൺവീറിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. വലിയ വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ സെൻസേഷൻ കൂടിയായിരുന്നു ഈ വാർത്ത. അതിന് പിന്നാലെയാണ് സഹികെട്ട് രൺവീർ സിംഗ് ഈ മാപ്പപേക്ഷ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. ഇൻസ്റ്റഗ്രാമിലെ ഈ മാപ്പപേക്ഷ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട്. രൺവീറിന് പോസിറ്റീവായിട്ടുള്ള മറുപടികളാണ് കിട്ടുന്നത്. എന്നാൽ പോലും തൻ്റെ മുന്നിൽ വെച്ച കഥാപാത്രത്തെ ഇനാക്ട് ചെയ്യരുതെന്ന് ഋഷഭ് ഷെട്ടി പറഞ്ഞിട്ട് പോലും രൺവീർ സിംഗ് അത് കാണിച്ച ഓഡാസിറ്റി, അതിനെ ചോദ്യം ചെയ്യുക തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ. ദുരന്തർ ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങൾ താങ്കൾ ചെയ്യുമ്പോഴേക്കും ഇതുപോലെ പരസ്യമായ ഒരു വേദിയിൽ ഒരാൾ ഇതുപോലെ കളിയാക്കിയാൽ താങ്കൾക്ക് എങ്ങനെ ഇരിക്കുമെന്നുള്ള ചോദ്യവും രൺവീർ സിംഗിനെ ഉയർത്തുന്നുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഈ വാർത്തയിലേക്ക് രൺവീറിൻ്റെ മാപ്പപേക്ഷയോടുകൂടി ഒരു തെല്ല് കെട്ടടങ്ങിയിട്ടുണ്ട് എന്ന് വേണം തന്നെ പറയാൻ.